സാർ, ടാൽറോപ്പിൻ്റെ അഗ്രികൾച്ചർ ഇനിഷ്യേറ്റീവായിട്ടുള്ള അക്സിയോടെ ഹോം ഗാർഡൻ എന്നുള്ള പ്രൊജക്റ്റ് നമ്മൾ സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ ആദ്യമായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇപ്പോൾ 2 മാസം മുന്നേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഈ ഒരു പ്രൊജക്റ്റ് ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹാർവസ്റ്റിൻ്റെ ഡേയിലാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള സാറിൻ്റെ കാഴ്ചപ്പാടുകൾ സാർ ഒന്ന് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഈ അസിയോ പ്രോജക്റ്റിൻ്റെ ഒരു പൈലറ്റ് സ്കീം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് വളരെ ഒരു ചെറിയ തുടക്കമായിരുന്നു. ഇവിടെ എനിക്കൊരു സോളാർ പാനൽ വെറുതെ കിടക്കണം, അത് ഉപയോഗിക്കണമായിരുന്നു. പിന്നെ രണ്ടാമത് ഇവിടെ വീട്ടിന് ചുറ്റും സ്ഥലമില്ല കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടെറസ് മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലും ആന്തൂറിയം അങ്ങനെയുള്ളതൊക്കെ നട്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ആന്തൂറിയം പൂക്കളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ ഐഡിയ വന്നത്, ഈ അക്വാഫോണിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ടെറസിൽ കുറഞ്ഞ സ്ഥലത്ത് നിന്നും ഒരു കൃഷി നടത്താവുന്നത്. ആ സ്കീം കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രായോഗിക ഫലം കണ്ടില്ലേ, ഇന്ന് തന്നെ കിട്ടിയിട്ടുള്ള ക്രോപ്സ് ഇത്രയുണ്ട്. ഒരു 2 ദിവസത്തേക്ക് കറി വയ്ക്കാനുള്ള സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഫ്രഷായിട്ട് അൺഅഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, കുറഞ്ഞ സ്ഥലവും സൗകര്യവും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഈ ഫ്ലാറ്റുകളിലെ ടെറസുകളിലും മറ്റുമൊക്കെ ഇത്തരം സ്കീം നടപ്പാക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സാർ, അതുപോലെ നമ്മുടെ ഒരു കാലഘട്ടത്തിന് മുന്നേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ തന്നെ അന്നത്തെ കാലത്തിൽ വേണ്ട അത്യാവശ്യം പച്ചക്കറികളും അല്ലെങ്കിൽ അത്യാവശ്യം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ പലപ്പോഴും ജോലിയുടെ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ ആ ഒരു കൃഷി അല്ലെങ്കിൽ ഈ ഒരു പഴയ ഒരു കൾച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൾച്ചർ നമുക്ക് തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ബിക്കോസ് നമ്മളിപ്പോൾ കഴിക്കുന്ന പലപ്പോഴും വിഷാംശം അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് അടിച്ച പുറം സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ഒരു വെജിറ്റബിൾസിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചർ നമുക്ക് തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് സാറൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പോൾ ജീവിത ശൈലി രോഗങ്ങൾ പലതും വരുന്നത് ഭക്ഷണ രീതിയിലുള്ള ക്രമക്കേടുകളുണ്ടാണ്. മിക്കവാറും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ പലതും അഡൾട്രേറ്റഡ് ആയിരിക്കും. വളരെ ഫ്രഷാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് പോലും ചെറിയ തോതിൽ പല